നമ്മൾ ഇന്നലെ മുതൽ പ്രദേശവാസികളുടെ പല പ്രതികരണങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ക്വാറിക്ക് ലൈസൻസ് ഇല്ല, ഇതുമായി ബന്ധപ്പെട്ട് അധികാരികളോട് ആവർത്തിച്ച് പരാതി പറഞ്ഞതാണ്. സമീപത്തുള്ള വീടുകൾക്കൊക്കെ വലിയ ഭീഷണി ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ കുറെ പരാതികൾ കേട്ടിരുന്നു. ജിബിൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജിബിൻ, ഈ പ്രദേശവാസികളുടെ പ്രധാനപ്പെട്ട പരാതികൾ എന്താണ്? അധികാരികളുടെ അടുത്ത് ഇവരുടെ പരാതികൾ പറഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എന്നാണോ? ആര്യം, ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രദേശവാസിയായിട്ടുള്ള ഇന്ദിര എന്ന് പറയുന്ന അമ്മയുടെ വീടിന് സമീപമാണ്. നമുക്ക് ഇവിടെ ഈ വീടിന്റെ ദൃശ്യങ്ങൾ കാണിച്ചാൽ തന്നെ ഇവിടുത്തെ അപകടാവസ്ഥ വ്യക്തമാകും. ഈ ഒരു വീടിന്റെ മാത്രം കാര്യമല്ല, ഈ ഭാഗത്തുള്ള എല്ലാ വീടുകളുടെയും ചുവരുകൾ ഈ കാണുന്ന മാതൃകയിൽ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. വീടിന്റെ പുറകുവശത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. പക്ഷേ വീടിന്റെ അകത്തേക്ക് പോയാലും സമാന കാര്യങ്ങളാണുള്ളത്. എല്ലാ വീടുകളിലും വലിയ രീതിയിലുള്ള വിടവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം തുടർച്ചയായിട്ടാണ് ഇവിടെ പാറക്കോറയിൽ സ്ഫോടനങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കാരണം കുലുക്കമുണ്ടാവുകയും ഇത് വീടുകളെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ദിര എന്ന് പറയുന്ന അമ്മ, ഈ വീട്ടുടമയായിട്ടുള്ള അമ്മ നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോ ഈ കഴിഞ്ഞ കുറച്ച് കാളുകളായി ഇവിടെ ഈ പാറക്കോര കാരണം നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണത്? ഈ പാറ പൊട്ടിക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ പാത്രങ്ങൾ മൊത്തം തെറിച്ച് വീഴുക. നമ്മുടെ ഇന്നലെ ആണെങ്കിൽ ഇത് പാറ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ചോറും കലവും കൂടെ നിലത്ത് വീണ് അത്രയ്ക്കും കിടുങ്ങലായിരുന്നു. അത് കഴിഞ്ഞ് ഒത്തിരി കഴിഞ്ഞപ്പോഴാണ് ഇത് എല്ലാം കൂടി ഇടിഞ്ഞു വീണ് ആള് മരിച്ചെന്ന് കേൾക്കുന്നത്. ഇതിന് മുമ്പ് ഞങ്ങൾ പാറ ഇങ്ങനെ പൊട്ടിക്കരുത്, ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ഇന്നലെ രാത്രി ഞാൻ കുഞ്ഞുങ്ങളെയും കൊണ്ട് വെച്ച് കിടത്തി ഞാൻ ഇരുന്നുറങ്ങുമായിരുന്നു. ഈ പ്രായമായ ഞാൻ എന്തുവാ ഈ ചെയ്യുന്നത്? ഇന്നലെ കല്ല് മൊത്തം വീഴുക രാത്രി. പാറക്കോറയിൽ നിന്ന് ഇവിടെ ഉരുണ്ട് കല്ലുകൾ വരുന്നുണ്ടെന്ന് പറയുന്നത് ഈ ഭാഗത്തുനിന്ന് ഈ വീടിന്റെ മണ്ടേന്ന് ഭയങ്കര ഒരു കല്ല് ഇവിടെ ഈ മിറ്റത്താ വീണ്. ഞാനും എന്റെ കുഞ്ഞ് ഇവിടെ ഇങ്ങനെ നിന്നു, അല്ലെങ്കിൽ എന്റെ കുഞ്ഞിന്റെ ദേഹത്തല്ലയോ വീഴുന്നത്. ഇത് ഞാൻ വിളിച്ചു പറഞ്ഞ് മുതലാളിയെ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് JCB ആണോ എന്തുവാന്നോ വന്ന് എടുത്തോണ്ട് അവര് മാറ്റിയെന്നുള്ളതാ. പെട്ടെന്ന് തന്നെ അവരത് മാറ്റി കഴിഞ്ഞപ്പോ ഇന്ന് എന്റെ വീട്ടിൽ കയറി ചോദിച്ചില്ല എന്തോ പറ്റിയെന്ന്, അല്ലെങ്കിൽ എന്തോലും ഒരു വക ചോദിച്ചിട്ടില്ല. എന്റെ ഗേറ്റിന്റെ അത് പോയി, അത് പിന്നെ ശരിയാക്കി എടുക്കുമായിരുന്നു. എന്തോ വലിയവന്മാർ ചോദിക്കുന്നുണ്ടോ? കളക്ടറോട് എന്ന് പറഞ്ഞാൽ കളക്ടർ മറുപടിയില്ല, പ്രസിഡന്റ് ഇല്ല, പഞ്ചായത്ത് സെക്രട്ടറി ഇല്ല, ആരുമില്ല. മെമ്പർമാരോട് എന്ന് പറഞ്ഞാൽ മെമ്പർ പറയും ഞങ്ങളെല്ലാം റെഡിയാക്കി തരാമെന്ന്. എന്തുവാ റെഡിയാക്കുന്നത്? എല്ലാവരെയും കൊന്നു തരാമെന്നോ? ഇരുള് വെട്ടുമെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് മേളിൽ നിന്ന് ഓർഡർ വന്നതാ. ഇരുള് പോട്ട് മാറി താമസിക്കണമെന്ന്. എവിടെ പോണം? കാര്യം ഇന്ദിര എന്ന് പറയുന്ന ആ അമ്മ പറയുന്നത് കലക്ടറോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല, ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഈ പാറമടക്കിയ പ്രവർത്തനാനുമതി ഉണ്ടെന്നാണ് ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ പറയുന്നത്. ക്രഷറിന് അനുമതി ഉണ്ടോ എന്ന് പരിശോധിക്കും. മലിനീകരണം ഉന്നയിച്ച് പാറമടക്കിയതിരെ പരാതി ലഭിച്ചിരുന്നു. പരിശോധനയിൽ പരാതിക്ക് അടിസ്ഥാനമില്ല എന്ന് കണ്ടെത്തിയെന്നും ജില്ലാ കളക്ടർ പറയുന്നു. പ്രിലിമിനറി റിപ്പോർട്ട് പ്രകാരം ജിയോളജിസ്റ്റ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് 2026 ഫെബ്രുവരി മാസം വരെ ഈ കോറിക്ക് പെർമിറ്റ് ഉണ്ട് എന്നുള്ളതാണ് പ്രിലിമിനറി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. കോറിക്കെതിരെയുള്ള പരാതികൾ ഈ കോറിക്കെതിരെ കോറി ഹിയറിംഗ് നടക്കുന്ന വേറൊരു സംബന്ധിച്ച് ഹിയറിംഗ് നടക്കുന്ന സമയത്ത് കുറച്ച് പരാതികൾ നാട്ടുകാർ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഇവിടെ ഈ കോറിയിലെ പെർമിഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കോറി കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ റിപ്പോർട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് തന്നിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ട് പറഞ്ഞ പ്രകാരം എന്ന് പറഞ്ഞാൽ ഈ കോറിയിൽ നിന്നും വെള്ളം ഇവിടെ പൊല്യൂട്ട് ചെയ്യുന്നു, അത്തരം കാര്യങ്ങളൊക്കെയായിരുന്നു റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ അങ്ങനത്തെ ഒന്നും ഇല്ല എന്നാണ് അന്ന് റിപ്പോർട്ട് തന്നിരുന്നത്. വിശദമായിട്ടുള്ള പരിശോധന ഉണ്ടാവും. കാര്യം അത് ജിയോളജിസ്റ്റിൻ്റെ അടുത്ത് ഇന്നിപ്പോൾ നമുക്ക് അന്വേഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് അനുമതി ഉണ്ടെങ്കിൽ തന്നെ അളവിലുള്ള കൃത്യമായിട്ടുള്ള പാറയാണോ പൊട്ടിച്ചിരിക്കുന്നത്, അവർക്ക് അനുമതി കൊടുത്തിരിക്കുന്ന ഏരിയയിൽ നിന്നാണ് പൊട്ടിച്ചിരിക്കുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് തരാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ക്വാറി കൃത്യമായിട്ടുള്ള പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ മാനദണ്ഡങ്ങൾ പ്രവർത്തിച്ചാണോ അതനുസരിച്ചാണോ പ്രവർത്തിക്കുന്നതാണ് നമ്മൾ പരിശോധിച്ചത്. മറ്റു പരാതികളൊന്നും കിട്ടിയിട്ടില്ല.